ഇത് കണ്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ്, ബനാന വട്ടയപ്പം. അപ്പം ഞാനിതൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാവേ. നാടൻ പച്ചരി 6 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അരച്ചെടുക്കാം. കരിക്കിട്ടിട്ടുണ്ട്, അരി ഇട്ടു, പിന്നെ കുറച്ച് ചോറും കൂടി ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. കുറച്ച് കരിക്കും വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു കുറുക്ക് പരുവം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ല. എന്നിട്ട് ഈ മാവ് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മാവിലോട്ടിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഇത് പൊന്താൻ വെക്കണം. അങ്ങനെയുണ്ട് നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്ക പൗഡറും കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പഞ്ചസാര നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ഫില്ലിങ്സിനായിട്ട് നമുക്ക് നെയ്യ് ഒഴിക്കുക ഒരു ചട്ടിയിലോട്ട്, പിന്നെ മുന്തിരി ഇടുക, അണ്ടിപ്പരിപ്പ് ഇടുക, പിന്നെ നമ്മൾ ഇതിൽ ബനാനയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത്തയ്ക്ക ഇതിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം തേങ്ങ ഇടുക, പിന്നെ മധുരത്തിന് ആവശ്യമായ കുറച്ച് ശർക്കരയും കൂടി ഇടുക കേട്ടോ. ഞാൻ ശർക്കര മെൽറ്റ് ചെയ്താണ് ഒഴിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു കേക്ക് ടിന്നിലാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ മാവ് ഒഴിച്ചതിന് ശേഷം അതിലോട്ട് തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഫില്ലിങ്സും കൂടി ഇട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് മാവും കൂടി ഒഴിച്ച് നല്ല സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബനാന വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവിയിൽ പുഴുങ്ങിയാണ് എടുക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ചൊന്ന് ഭംഗിക്ക് വേണ്ടി അങ്ങനെ വേണ്ട സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് നോക്കാം. ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. എന്നാലേ ഇതേണ്ട ഈ ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല സോഫ്റ്റ് അപ്പമാണ്, അടിപൊളി. കേക്ക് ബനാന വട്ടയപ്പം നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഇതില് നമുക്ക് കേക്കിന്റെ പോലെ എല്ലാം കിട്ടുവേ. ഇത് കണ്ടോ, നമ്മ ഇതിന് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട്? ആണോ? ഞാനും എന്താ ശരി, ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അടിപൊളി സാധനമാണ്, ഹെൽത്തി ആൻഡ് ടേസ്റ്റി. എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാം. അതെ അതെ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ